ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഹിമയെ വെല്ലുവിളിക്കുകയാണ്. നിന്റെയും വക്കീലിൻ്റെയും വിവാഹം ഞാൻ നടത്തിക്കില്ല. വക്കീലിനെ ഈ കല്യാണത്തിൽ നിന്നും ഇപ്പോഴേ നീ പിന്മാറ്റിക്കോ, അല്ല എന്നുണ്ടെങ്കിൽ അയാൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെടാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറയാണ്. നീ ഞാൻ പറഞ്ഞതുപോലെ അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ നിന്റെ വീഡിയോ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ടെന്ന് നീ ഓർത്തു വെച്ചോ. അത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടണ്ട എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നീ അനുസരിക്കണം. അങ്ങനെയാകുമ്പോൾ ഞാൻ തന്നെ അത് ഡിലീറ്റ് ആക്കുകയും ചെയ്യും. ഞാൻ പറയുന്നത് പോലെ എല്ലാ കാര്യവും അനുസരിച്ചാൽ മാത്രമാണ് ഞാൻ അത് ഡിലീറ്റ് ആക്കുകയുള്ളൂ എന്ന് പറഞ്ഞു പോവുകയാണ് കേട്ടോ. അങ്ങനെ മഹിമ അങ്ങ് പൊട്ടിക്കരയുകയാണ്. വക്കീലിനെ ഇനി എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെടുത്താൻ കഴിയില്ല. അതൊരിക്കലും വക്കീലിന് താങ്ങാൻ കഴിയില്ല. നേരിട്ട് കണ്ട ശേഷം വക്കീലിനോട് എല്ലാ സത്യവും പറയണം. എന്നിട്ട് വക്കീലിനോട് ഈ കല്യാണത്തിൽ നിന്നും പിന്മാറാൻ പറയണം എന്നൊക്കെ സ്വയം മനസ്സിൽ മഹിമ ചിന്തിക്കുകയാണ് കേട്ടോ. പിന്നീട് വീട്ടിലെത്തിയ ശേഷം മഞ്ജു ഗോപാൽജി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ ഗിരി മഞ്ജുവിൻ്റെ കാലൊക്കെ ഒഴിഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗിരി പറയുകയാണ്, നീ നന്നായിട്ട് വെള്ളം കുടിക്കണം മഞ്ജു, ഈ സമയത്ത് വെള്ളത്തിൻ്റെ കുറവൊന്നും വരരുത് എന്ന് പറഞ്ഞ് ഉപദേശിക്കുകയാണ് കേട്ടോ. പക്ഷേ മഞ്ജു അതൊന്നും തന്നെ കേൾക്കുന്നില്ല. അപ്പോൾ ഗിരി ചോദിക്കുകയാണ്, എന്താ മഞ്ജു നീ ഇങ്ങനെ ആലോചിക്കുന്നത്, നീ എന്താ ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ മഞ്ജു പറയണ, ഇന്ന് ഗോപാൽജി സ്റ്റേഷനിലേക്ക് വന്നു, എന്നോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കേട്ടതോടുകൂടി എനിക്ക് കാര്യം മനസ്സിലായി. ഗോപാൽജി തന്നെയാണ് എൻ്റെ അച്ഛനെ ഇല്ലാതാക്കിയത് എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയട്ടോ. അത് കേൾക്കുമ്പോൾ ഗിരി ഒന്ന് പെട്ടെന്ന് ഷോക്കായി പോവുകയാണ്. ഇതെന്താ മഞ്ജു ഇങ്ങനെ പറയുന്നത് എന്നുള്ള ഭാവത്തിലിട്ടോ. അപ്പോൾ ഗോപാൽജിയുടെ ഭാഗത്ത് നിന്ന് ഗിരി സംസാരിക്കുകയാണ്. ഗോപാൽജി നല്ലൊരു മനുഷ്യനാണ്. ഗോപാൽജിയുടെ സ്വഭാവം പോലെ ഒന്നുമല്ല ശാലിനിയുടെയും സഞ്ജയുടെയും എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ഗോപാൽജിയുടെ അതേ സ്വഭാവം തന്നെയാണ് ശാലിനിക്കും സഞ്ജയ്ക്കും കിട്ടിയിട്ടുള്ളത് എന്ന് പറയട്ടോ. അപ്പോൾ ഗിരി പറയണ, അങ്ങനെയാണെങ്കിൽ നിന്റെ അച്ഛൻ മാധവൻ്റെ സ്വഭാവമല്ലല്ലോ മഹേഷിന്. അവൻ നിങ്ങളെ രണ്ടുപേരെയും തനിച്ചാക്കി അവൻ്റെ സ്വന്തം കാര്യം നോക്കി അവൻ വിദേശത്തേക്ക് പോയില്ലേ. അവൻ്റെ സ്വഭാവവും നിന്റെ സ്വഭാവവും മഹിമയുടെ സ്വഭാവം ഒക്കെ ഇല്ലേ, എത്ര വ്യത്യാസമുണ്ട്. മഞ്ജു പറയണേ, ഇന്ന് ഗോപാൽജി സ്റ്റേഷനിൽ വന്ന് എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു. അതോടുകൂടി ഗോപാൽജിയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുകയും ചെയ്തു. എൻ്റെ അച്ഛനെ ഇല്ലാതാക്കിയതിൻ്റെ പിന്നിൽ ഗോപാൽജി തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. അയാൾ എന്നോട് അങ്ങനെ ഒരു ഭീഷണിയിലാണ് എന്നോട് സംസാരിച്ചത്. ജിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് അച്ഛനെ ഇല്ലാതാക്കിയത് എന്ന് അയാൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അതുപോലെ ശാലിനിയെ രക്ഷിക്കാൻ വേണ്ടി നിന്നെ ഇല്ലാതാക്കാനും എനിക്ക് മടിയില്ല എന്നുള്ള സ്വരത്തിൽ തന്നെയാണ് അയാൾ എന്നോട് സംസാരിച്ചത് എന്നങ്ങ് പറയട്ടോ. അത് കേൾക്കുമ്പോൾ എനിക്കതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. മഞ്ജുവിനെ തൊട്ട് കളിച്ചാൽ ഗിരി ആരാണെന്നുള്ളത് ഗോപാൽജി അറിയുക തന്നെ ചെയ്യുമെന്നൊക്കെയാണ് കേട്ടോ മനസ്സിൽ ആ സമയത്ത് ചിന്തിക്കുന്നത്. മഞ്ജു പീതാംബരൻ്റെ കാര്യം കൂടി പറയുകയാണ്. പീതാംബരൻ ഒന്നുമില്ലാത്ത ഒരു പാവപ്പെട്ടവനായിരുന്നു. ഇപ്പോൾ അയാളുടെ കയ്യിൽ ഇഷ്ടം പോലെ കാശും സ്വത്തുമൊക്കെ ആയിട്ടുണ്ട്. അത് തന്നെ ഒരു വലിയ കളിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഗോപാൽജിക്ക് വേണ്ടി അയാൾ വെറുതെ കുറ്റം ഏറ്റെടുത്തതാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഗിരി പറയണ, അതല്ല, ആ പീതാംബരന് ലോട്ടറി അടിച്ചതല്ലേ എന്ന് പറയുമ്പോൾ, അല്ല ഗിരിയേട്ട, അയാൾക്ക് ഒരു ലോട്ടറിയും അടിച്ചിട്ടില്ല. ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചു. ഇത് ഗോപാൽജി സഹായിച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ അയാൾ ഒരു പൈസക്കാരനായിട്ടുള്ളത്. അയാൾക്കിപ്പോൾ കാറുണ്ട്, 2-3 കടകൾ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് 2-3 ഫ്ലാറ്റുകൾ അയാൾ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ചെറിയ മകളുടെ കല്യാണമൊക്കെ അയാൾ അതിഗംഭീരമായിട്ടാണ് നടത്തിയിട്ടുള്ളത്. ഇതിനൊക്കെ സഹായിച്ചിട്ടുള്ളതും പണം കൊടുത്തതും ഒക്കെ ഗോപാൽജിയാണെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഗോപാൽജിക്ക് വേണ്ടിയിട്ട് അയാൾ കുറ്റം ഏറ്റെടുക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഞാനത് കണ്ടുപിടിച്ച് എൻ്റെ അച്ഛനെ കൊന്നവനെ ഞാൻ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇത് ഞാൻ ഗിരിയേട്ടന് തരുന്ന വാക്കാണ്. ഇതിൻ്റെ പിറകിൽ ആരാണെങ്കിലും ഞാൻ പുറത്ത് കൊണ്ടുവന്നിരിക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ടാണ് കേട്ടോ മഞ്ജു പോകുന്നത്. അങ്ങനെ മഞ്ജുവിൻ്റെ ആ പ്രതിജ്ഞയും വെല്ലുവിളിയും ധൈര്യത്തോടു കൂടിയുള്ള സംസാരമൊക്കെ കേൾക്കുമ്പോൾ ഗിരി പെട്ടെന്ന് അങ്ങ് ഷോക്കാവുകയാണ് കേട്ടോ. ഞാനും ഇതിനൊക്കെ കൂട്ടുനിന്നിട്ടുണ്ടല്ലോ എന്ന് മഞ്ജു അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായും മഞ്ജു എന്നോട് ക്ഷമിക്കുകയില്ല. മഞ്ജു എന്നെ വിട്ടു പോകുമോ എന്നുള്ള പേടി ഗിരിയുടെ മനസ്സിലേക്ക് വരികയാണ്. പിന്നീട് ഗിരി നേരെ ഗോപാൽജിയെ കാണാൻ വേണ്ടി ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് ഗോപാൽജിയോട് പറയുകയാണ്, എന്തിനാണ് ഗോപാൽജി വെറുതെ മഞ്ജുവിനെ കണ്ട് ഇങ്ങനെ മാധവൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചത് എന്ന് ചോദിക്കുകയാണ്. അതെന്താ ഗിരി, നിനക്ക് പേടിയാകുന്നുണ്ടോ? മഞ്ജു എല്ലാ സത്യവും അറിഞ്ഞു കഴിഞ്ഞാൽ, നീ തെറ്റ് ചെയ്തു എന്ന് അറിഞ്ഞാൽ, അവളെ അച്ഛനെ ഇല്ലാതാക്കാൻ നീ കൂട്ടുനിന്നു എന്ന് അറിഞ്ഞാൽ നിന്നോട് ക്ഷമിക്കില്ല അവൾ. പിന്നെ നിന്നെ വിട്ടു പോകുമെന്ന് നീ ഭയപ്പെടുന്നോ എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ കുടുംബത്തെ തൊട്ട് ഗോപാൽജി ഇനി കളിക്കരുത്. ഇനി മേലിൽ മഞ്ജുവിനെ കണ്ട് മാധവൻ്റെ കാര്യം സംസാരിക്കുകയും ചെയ്യരുത് എന്ന് പറയട്ടോ. അപ്പോൾ ഗോപാൽജി പറയും, അതെന്താ നീ എന്നെ ഭീഷണിപ്പെടുത്തുക
എടുക്കുകയാണോ ഗിരി എന്ന് ചോദിക്കുമ്പോൾ അത് എങ്ങനെ വേണമെങ്കിലും ഗോപാൽജിക്ക് എടുക്കാം, പക്ഷേ ഞാൻ എൻ്റെ കുടുംബം വിട്ടുള്ള കളിക്കൊന്നും ഞാൻ കൂട്ടു നിൽക്കില്ല. അവരുടെ മനസ്സിലേക്ക് എന്തെങ്കിലും തരത്തിൽ ഒരു വേദന വന്നാൽ പിന്നെ ഈ ഗിരി മറ്റൊരു ഗിരിയായി മാറുമെന്ന് പറയട്ടോ. അത് കാണുന്ന സമയത്ത് ഗോപാലജിക്ക് മനസ്സിലാകുന്നുണ്ട് ഗിരിയുടെ സ്വഭാവം ഒരുപാട് മാറിയിട്ടുണ്ട്. അവനെങ്ങാനും എല്ലാ സത്യവും അറിഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി അവൻ്റെ അച്ഛനെ കൊന്നതും ഞാനാണെന്നുള്ളത് അവൻ മനസ്സിലാക്കും എന്നൊക്കെ ഗോപാൽജി ആ സമയത്ത് മനസ്സിൽ ചിന്തിക്കുകയാണ്. അങ്ങനെ ഗോപാൽജി പറയുന്നുണ്ട്, ഗിരി നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്റെ അച്ഛനെ കൊന്നത് മാധവനാണ്, അത് നീ മറക്കരുത് എന്ന് പറയുമ്പോൾ മാധവൻ തന്നെയാണ് എൻ്റെ അച്ഛനെ കൊന്നത് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാലും അത് അങ്ങനെ തന്നെ ആണെങ്കിലും അയാൾ മരിച്ചിട്ട് ഞങ്ങളുടെ കുടുംബത്തിന് എന്ത് കാര്യമാണ് ഉള്ളത്? ആദ്യമൊക്കെ എൻ്റെ മനസ്സിൽ ഒരു പകയുണ്ടായിരുന്നു. ഇപ്പോൾ അയാൾ മരിച്ചതോടുകൂടി ആ പകയെല്ലാം എൻ്റെ മനസ്സിൽ നിന്നും മാഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങളുടെ കുടുംബത്തിൽ തൊട്ട് കളിച്ചാൽ അത് ഞാൻ ക്ഷമിക്കുകയില്ല. ആര് തന്നെ ആയാലും ശരി എന്നങ്ങ് പറയട്ടെ. അപ്പോൾ ഗോപാൽജിക്ക് മനസ്സിലാവുകയാണ് എന്നെ ഉദ്ദേശിച്ചിട്ടാണ് ഗിരി അങ്ങനെ പറഞ്ഞത് എന്നുള്ള കാര്യം. അങ്ങനെ ഗോപാൽജി പറയുകയാണ്, അല്ല ഗിരി, യഥാർത്ഥത്തിൽ മഞ്ജുവിന് നിന്നോട് സ്നേഹമുണ്ടെങ്കിൽ നീയാണ് തെറ്റ് ചെയ്തത് എന്നറിഞ്ഞാൽ ഉറപ്പായും നിന്നോട് അവൾ ക്ഷമിക്കും എന്ന് പറയുമ്പോൾ അത് ഗോപാൽജിക്ക് തെറ്റി. സ്നേഹമുള്ളവർ ഒരിക്കലും തെറ്റ് ചെയ്താൽ അത് ക്ഷമിക്കുകയല്ല ചെയ്യുക, അവരെ തിരുത്തുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഞാൻ എൻ്റെ പഴയ സ്വഭാവമെല്ലാം നല്ലൊരു മനുഷ്യനായി ജീവിക്കാൻ തന്നെയാണ് എൻ്റെ ഉദ്ദേശം. ഗോപാൽജി പറഞ്ഞല്ലോ ഇഷ്ടമുള്ളവരോട് ക്ഷമിക്കുമെന്ന്, അത് ഗോപാൽജിയുടെ വെറും തെറ്റിദ്ധാരണയാണ്. ഗോപാൽജി അങ്ങനെ ഇഷ്ടമുള്ളത് കൊണ്ട് ക്ഷമിച്ചുകൊണ്ടാണ് ശാലിനിയും സഞ്ജയും ഇത്രയ്ക്ക് വഷളായി പോയത്. അവരോട് സ്നേഹമുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന തെറ്റുകൾ തിരുത്താനാണ് ഗോപാൽജി ശ്രമിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഗിരി പോകുന്നത്. അങ്ങനെ ഗിരി പോയി കഴിഞ്ഞ ശേഷം ഗോപാൽജി മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവൻ ഒരുപാട് മാറിയിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്നും പോകുന്നതിൻ്റെ മുന്നേ ഉണ്ടായിരുന്ന ഗിരിയെ അല്ല. അതുകൊണ്ട് ഇവനെ എൻ്റെ കയ്യിൽ തന്നെ പിടിച്ചു വെക്കണം, അവനെ മാറ്റിയെടുക്കണം, പഴയതുപോലെയുള്ള ഗിരിയാക്കി മാറ്റിയെടുക്കണം. അതിനുള്ള വഴിയൊക്കെ ഈ ഗോപാൽജിക്ക് അറിയാമെന്നൊക്കെ മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്. പിന്നീട് മഹിമ മുകുന്ദൻ്റെ ഫോട്ടോ നോക്കി ഇങ്ങനെ കരയുകയാണ്. വക്കീലുമൊത്തുള്ള ജീവിതം ഞാൻ ആഗ്രഹിച്ചതാണ്, പക്ഷേ വക്കീലും ഞാനും തമ്മിലുള്ള കല്യാണം നടക്കാൻ അബി ഒരിക്കലും സമ്മതിക്കില്ല. എല്ലാവരുടെയും മുന്നിൽ വെച്ച് വക്കീൽ നാണം കെടുന്നത് അത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. വക്കീലിന് അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ അത് വക്കീലിനും താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് വക്കീലിനെ എത്രയും പെട്ടെന്ന് കണ്ട ശേഷം എല്ലാ സത്യവും പറയണം. അതിൻ്റെ മുന്നേ ചേച്ചിയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാം എന്നും മനസ്സിൽ കരുതിയിട്ട് മഞ്ജുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. ഈ സമയം മഞ്ജു ആണെങ്കിലോ സ്വന്തം അച്ഛൻ്റെ കേസിനെ കുറിച്ച് ഇങ്ങനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ മഞ്ജു പറയുകയാണ്, മോളെ ഈ ഫയൽ എന്താണെന്നുള്ളത് നിനക്കറിയുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മഹിമ ആ ഫയൽ വാങ്ങിയിട്ട് മറിച്ച് നോക്കുകയാണ് കേട്ടോ. ഇത് അച്ഛൻ്റെ അന്വേഷണത്തെക്കുറിച്ചുള്ളതല്ലേ, ഇതൊക്കെ ചേച്ചി അവസാനിപ്പിച്ചതല്ലേ, പിന്നെ എന്തിനാ വീണ്ടും ഇതൊക്കെ അന്വേഷിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ എല്ലാ സത്യവും മനസ്സിലാക്കിയിട്ടാണ് മഹിമേ നിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. നമ്മുടെ അച്ഛനെ ഇല്ലാതാക്കിയത് ആരാണെന്നുള്ളത് എനിക്ക് ഇതുവരെ അറിയില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്കത് മനസ്സിലായി എന്ന് പറയട്ടോ. അപ്പോൾ മഹിമ ചോദിക്കാൻ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഗോപാലൻ, അയാളാണ് നമ്മുടെ അച്ഛനെ ഇല്ലാതാക്കിയത്. ഇന്ന് സ്റ്റേഷനിൽ വന്ന് അയാൾ എന്നെക്കൂട് അതിനെക്കുറിച്ചൊന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. സഞ്ജയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് അച്ഛനെ ഇല്ലാതാക്കിയത്. ഹരിതയുടെ കേസിൽ നിന്നും സഞ്ജയെ തല ഊരിയെടുക്കാൻ വേണ്ടി ഗോപാൽജി കളിച്ച കളിയായിരുന്നു നമ്മുടെ അച്ഛനെ ഇല്ലാതാക്കിയത്. അതുപോലെ ശാലിനിയെ രക്ഷിക്കാൻ വേണ്ടി എന്നെയും ഇല്ലാതാക്കുമെന്നാണ് അയാൾ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ഞാൻ ഇതിൽ നിന്നും പിന്മാറുകയില്ല. അയാളുടെ തനി സ്വരൂപം ഞാൻ എല്ലാവരുടെയും മുന്നിൽ വെളിച്ചത്ത് കൊണ്ടുവരികയും അയാൾക്ക് തക്കതായ ശിക്ഷ ഞാൻ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും. എനിക്ക് നല്ല സംശയമുണ്ട്, ഇവിടെ ഗിരിയേട്ടൻ്റെ അച്ഛനെ ഇല്ലാതാക്കിയതും നമ്മുടെ അച്ഛനെ ഇല്ലാതാക്കിയതും ഇയാൾ തന്നെയാണെന്നുള്ളത്. ഞാനത് അന്വേഷിച്ച് കണ്ടുപിടിക്കുക തന്നെ ചെയ്യുമെന്ന് മഹിമയോട് പറയട്ടോ. അപ്പം മഹിമ പറയണ, ഒരിക്കലും അവരോട് ക്ഷമിക്കരുത് ചേച്ചി, അച്ഛനെ ഇല്ലാതാക്കിയ അയാളെ വെറുതെ വിടരുത്, അയാളെ ശരിക്കും നടു റോലിലിട്ട് വെട്ടിക്കൊല്ലുകയാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ മഞ്ജു പറയണ്, അപ്പോൾ നമ്മളും അയാളും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളത്? എനിക്ക് നല്ല വിശ്വാസമുണ്ട് കോടതിയിൽ. അയാളുടെ എല്ലാ തെറ്റുകളും ഞാൻ വെളിച്ചത്ത് കൊണ്ടുവന്ന് അയാളെ ഞാൻ ജയിലഴിക്കുള്ളിലാക്കുമെന്ന് മഞ്ജു പ്രതിജ്ഞയോട് കൂടി പറയുകയാണ് കേട്ടോ. ആ സമയത്ത് പെട്ടെന്ന് മഞ്ജുവിന് തല കറങ്ങുകയാണ്. അപ്പോൾ മഹിമ ചോദിക്കുകയാണ്, എന്താ ചേച്ചി എന്ന് ചോദിക്കും. ഇല്ല, എനിക്കൊരു കുഴപ്പവുമില്ല, നീ എന്താ എൻ്റെ അടുത്തേക്ക് വന്നത്, നീ എന്തെങ്കിലും എന്നോട് പറയാനാണോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് മഹിമ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഈ സമയത്ത് ചേച്ചിക്ക് വെറുതെ ടെൻഷൻ കൊടുക്കണ്ട, എൻ്റെ കാര്യം അറിഞ്ഞ് ചേച്ചി വെറുതെ ടെൻഷൻ ആവണ്ട എന്ന് മനസ്സിൽ ഇങ്ങനെ പറയാൻ കേട്ടോ.
അതുകൊണ്ട് തൽക്കാലം ചേച്ചിയോട് ഇക്കാര്യം പറയേണ്ട, വക്കീലിനെ കണ്ട് വക്കീലിനോട് എത്രയും പെട്ടെന്ന് ഈ സത്യങ്ങളൊക്കെ പറയാമെന്ന് മഹിമ തീരുമാനിക്കുകയാണ്. അങ്ങനെ മഞ്ജു ചോദിക്കുമ്പോൾ ഒന്നുമില്ല ചേച്ചി ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ, നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് മഞ്ജുവിനെയും കൂട്ടി മഹിമ പോവുകയാണ് കേട്ടോ. ഈ സമയം സ്വപ്നയെ കാണാൻ വേണ്ടി സഞ്ജയ് വരികയാണ്. എന്നിട്ട് സ്വപ്ന ഇരിക്കുന്ന റൂമിൻ്റെ ജനലിൽ മുട്ടുകയാണ് കേട്ടോ. അപ്പോൾ സ്വപ്ന ആരാണെന്ന് കരുതി തുറന്നു നോക്കുകയാണ്. ആ സമയത്ത് സഞ്ജുവിനെ കാണുമ്പോൾ എന്തിനാണ് ഇവിടേക്ക് വന്നത്, ഗിരിയേട്ടൻ കണ്ട ആകെ പ്രശ്നമാവും എന്ന് പറയുമ്പോൾ എനിക്ക് നിന്നെ കാണാതിരിക്കാൻ കഴിയില്ല, ഞാൻ നിനക്കൊരു ഫോൺ വാങ്ങിക്കൊണ്ട് വന്നതാണ്, ഇതിലൊരു സിമ്മുമുണ്ട്, എനിക്ക് നിന്നെ വിളിക്കണമെന്ന് തോന്നുന്ന സമയത്ത് വിളിക്കാൻ വേണ്ടിയിട്ടാണ്, നിൻ്റെ അമ്മയുടെ ഫോണിലേക്ക് വിളിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു ഒരു ഫോൺ കൊടുക്കുകയാണ്. അപ്പോൾ സ്വപ്നയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് ഫോൺ കിട്ടിയപ്പോൾ. എന്നെ മനസ്സിലാക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന ഒരേ ഒരാൾ നീ മാത്രമുള്ളൂ, വീട്ടിലുള്ളവർക്കൊന്നും എന്നെ വേണ്ട, ഇപ്പോൾ ഹോട്ടലിൻ്റെ ഉത്തരവാദിത്തമെല്ലാം ശാലിനിക്ക് തന്നെ ഡാഡി കൊടുത്തു എന്ന് പറയട്ടോ. അതെന്താ, സഞ്ജുവേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്താ അങ്ങനെ ചെയ്തത് ഗോപാൽജി എന്ന് ചോദിക്കുമ്പോൾ അവൾ ആ പെൺകുട്ടിയെ കൊന്നതിനുള്ള സമ്മാനമായിട്ട് കൊടുത്തതുപോലെയാണ് എനിക്ക് തോന്നിയത്, അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ അവിടെ ഒരു വിലയുമില്ല എന്ന് പറയട്ടോ. അപ്പോൾ സ്വപ്ന പറയണേ, ശാലിനി ഇങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് സഞ്ജുവേട്ടനെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ സാധ്യതയുണ്ട്, അത് നീ പറഞ്ഞത് ശരിയാണ്, എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്, എൻ്റെ മുന്നേ സഞ്ജുവേട്ടൻ എത്രയും പെട്ടെന്ന് ശാലിനിയുടെ കയ്യിൽ നിന്നും അതെല്ലാം പിടിച്ചു വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറഞ്ഞ് ഉപദേശിക്കുകയാണ്. എന്തായാലും സഞ്ജുവേട്ടൻ ഇപ്പോൾ പോയിക്കോ, ഗിരിയേട്ടൻ എങ്ങാനും കണ്ടുവന്നാൽ പ്രശ്നമാവുമെന്ന് പറഞ്ഞ് സഞ്ജു അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അങ്ങനെ സ്വപ്ന ജനൽ കുറ്റിയിടുകയാണ്. അപ്പോഴത്തേക്കും ഗിരി അവിടേക്ക് വരികയാണ്. എന്നിട്ട് എടാ എന്നങ്ങ് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഗിരിയെ കണ്ടതോടുകൂടി സഞ്ജയ് പേടിച്ച് വെറുങ്ങലിച്ച് നിൽക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ സഞ്ജയ്ക്ക് കണക്കിന് കിട്ടുകയാണ് കേട്ടോ ഗിരിയുടെ കയ്യിൽ നിന്നും. എന്നിട്ട് സഞ്ജയും കൂട്ടി നേരെ ഗോപാൽജിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ഗോപാൽജിയുടെ കാലിൻ്റെ ചുവട്ടിലേക്ക് സഞ്ജയ് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തിനാണ് എൻ്റെ മോനെ നീ ഇങ്ങനെ അടിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗോപാൽജിയോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയാണ്. അപ്പോൾ ചാച്ചുവും ശാലിനി അവിടേക്ക് വരികയാണ്. എന്തിനാണ് സഞ്ജുവിനെ ഇങ്ങനെ അടിച്ചത്, ഇത് എന്ത് ന്യായമാണ് എന്നൊക്കെ ചോദിച്ച് തർക്കിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗിരി പറയുകയാണ്, ന്യായം എൻ്റെ ഭാഗത്താണെങ്കിൽ എതിരെ നിൽക്കുന്നത് ആരാണെന്നൊന്നും ഞാൻ നോക്കില്ല എന്ന് ഗോപാൽജിയെ അർത്ഥം വെച്ച് ഗിരി പറയുകയാണ് കേട്ടോ. അങ്ങനെ ഗിരിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഗോപാൽജി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇവനെ ഇങ്ങനെ വളരാൻ വിട്ടാൽ റെഡിയാവില്ല, ഇവനെ ഇപ്പം തന്നെ ഒന്ന് ഒതുക്കണം എന്നൊക്കെയാണ് കേട്ടോ മനസ്സിൽ ചിന്തിക്കുന്നത്. പിന്നീട് മുകുന്ദനെ കാണാൻ വേണ്ടി അഭി ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് മഹിമയെക്കുറിച്ച് എന്തെങ്കിലും എരിപിരി കയറ്റിയിട്ട് വക്കീലിനെ എങ്ങനെയെങ്കിലും കല്യാണം മുടക്കാം എന്നൊക്കെയാണ് ചിന്തിച്ച് പോകുന്നത്. പക്ഷേ വക്കീലിൻ്റെ കയ്യിൽ നിന്നും കണക്കിന് കിട്ടുകയാണ് കേട്ടോ അഭിക്ക്. എന്നിട്ട് പറയുകയാണ്, നീ കൂടുതൽ ഓവർ സ്മാർട്ട് കളിച്ചാലേ നീ 2 കാലിൽ ഈ കാനഡയ്ക്ക് പോവില്ല, നീ ശവപ്പെട്ടിയിലായിരിക്കും പോകുന്നത് എന്നും പറഞ്ഞ് അഭിയുടെ കോളർ പിടിച്ച് ഒരു തള്ളങ്ങ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അഭി നേരെ വീഴാൻ പോകുന്നത് ഗൗരി അമ്മയുടെ കാലിൻ്റെ ചുവട്ടിലേക്കായിരിക്കും കേട്ടോ. എന്നിട്ട് ഗൗരി അമ്മയും നന്നായിട്ട് തന്നെ അഭിയെ പറയുന്നുണ്ട്, നിന്നെ കണ്ടാൽ തന്നെ അറിയാം നീ ഒരു കള്ള ലക്ഷണമാണെന്ന് എന്ന് പറഞ്ഞ് ഗൗരി അമ്മയും നന്നായിട്ട് തന്നെ അഭിയെ പറയുന്നുണ്ട്. പിന്നീട് അഭി നയം മാറ്റി നേരെ മഞ്ജുവിൻ്റെ അടുത്തേക്കാണ് കേട്ടോ ചെല്ലുന്നത്, നല്ലവനായിട്ട് സംസാരിക്കാൻ വേണ്ടി. പക്ഷേ മഞ്ജുവിനാണെങ്കിലും അഭിയെ കണ്ണെടുത്താൽ തന്നെ കണ്ടുകൂടാ. അങ്ങനെ ഇവിടെ കല്യാണമൊക്കെ അല്ലേ ഇനി വരാൻ പോകുന്നത്, അതുകൊണ്ട് എൻ്റെ ഒരു സഹായം കൂടി ഇവിടെ ഉണ്ടാവാം എന്ന് കരുതിയിട്ടാണ്, എന്ത് സഹായത്തിനും എന്നെ ഇനി ചേച്ചിക്ക് പ്രതീക്ഷിക്കാമെന്ന് പറയട്ടോ. അപ്പോൾ മഞ്ജു കണക്കിന് പറയുകയാണ്, എൻ്റെ ഒരു സഹായവും ഇവിടെ ആവശ്യമില്ല, ഇനി നീ മേലിൽ ഇവിടേക്ക് വരികയും ചെയ്യരുത്, അതുപോലെ എൻ്റെ മഹിമയുടെ പുറകെ നിന്നെ കണ്ടാൽ ഇനി അപ്പം തന്നെ നിന്നെ ഞാൻ തൂക്കിയെടുത്ത് സെല്ലിനകത്തിട്ട് നല്ല ഇടി തരുമെന്നൊക്കെ പറയട്ടോ. അങ്ങനെ അഭിയോട് മോശമായിട്ട് തന്നെയാണ് മഞ്ജുവും സംസാരിക്കുന്നത്. അങ്ങനെ പകമൂത്ത അഭി മഞ്ജുവിനോട് പറയുകയാണ്, ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ ചേച്ചി, ചേച്ചിയുടെ വയറ്റിൽ ഒരു കുഞ്ഞുള്ളതല്ലേ, ഈ സമയത്ത് ഇത്ര ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ ആ കുഞ്ഞ് ആബോഷനായി പോവില്ലേ, പിന്നെ ചേച്ചിക്ക് അതിൻ്റെ കുറ്റബോധം ജീവിതകാലം മുഴുവനും ഉണ്ടാവും എന്നങ്ങ് പറഞ്ഞതോടുകൂടി മഞ്ജുവിനങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. എന്നിട്ട് അഭിയുടെ കാരണം നോക്കി നന്നായിട്ട് തന്നെ കണ്ട് പൊട്ടിക്കുകയാണ്. എന്നിട്ട് മഞ്ജു ഒരു തള്ളങ്ങ് വെച്ച് കൊടുക്കുകയാണ്. അതോടുകൂടി അഭി താഴേക്ക് നിലത്തേക്ക് വീഴുകയാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, ഇനി മേലിൽ ഈ പടി ചവിട്ടരുത്, ഇനി മേലിൽ നീ മഹിമയുടെ പിറകെ നടക്കുന്നത് കണ്ടാൽ നിനക്ക് കണക്കിന് കിട്ടും, ഞാൻ ഗിരിയേട്ടനോട് കൂടി പറയും എന്നങ്ങ് പറയട്ടോ. പിന്നെ നിന്നെ അകത്തിട്ട് ചാമ്പാനൊന്നും എനിക്കൊരു മടിയുമില്ല എന്ന് പറയുമ്പോൾ ദേഷ്യം ഉള്ളിലൊതുക്കിയിട്ട് പിന്നെ നേരെ മഹിമയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. മഹിമയോട് കണക്ക് ചോദിക്കാൻ വേണ്ടി മഞ്ജു കാട്ടിയതിനുള്ള പ്രതികാരമെല്ലാം തന്നെ ഇനി മഹിമയോട് തീർക്കാൻ വേണ്ടിയിട്ട്